കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ഏതാണ്ട് 2% ബാക്കി രണ്ട് ഇൻഡെക്സ് 1.5%-അടുത്തുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വന്ന പോസിറ്റീവായിട്ടുള്ള ഡേറ്റയാണ് എല്ലാം. ജോബ്ലെസ് ക്ലെയിം പോസിറ്റീവാണ്. മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഡേറ്റ വന്നത് പോസിറ്റീവാണ്. S&P 500 ഓൾ ടൈം ഹൈയുടെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ജപ്പാൻ ചൈന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരും. മിക്കവാറും അൺചേഞ്ച്ഡ് ആയിട്ട് വരാൻ തന്നെയാണ് സാധ്യത. ജപ്പാനിലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയുണ്ട്. UK റീറ്റെയിൽ സെയിൽസ് ഡേറ്റ, യൂറോപ്പിലെ ഹോൾസെയിൽസ് ഇൻഫ്ലേഷൻ, ഇന്ത്യയിലെ ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ഇത്രയും ഡേറ്റയാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 25,450, 25,480 ലെവലിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 25,480 ലെവൽ റെസിസ്റ്റൻസ് ആണ്. 25,540, 25,620 ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ട് ഉള്ളത് 25,350, 25,330, 25,250, 200 ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 52,920, 52,850, 52,600 ലെവല് സപ്പോർട്ടും, 53,180, 53,320, 53,500 ലെവല് റെസിസ്റ്റൻസും ഉണ്ട്.